നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി നാളെ ജാമ്യത്തിലിറങ്ങും. സുപ്രീംകോടതിയാണ് 7.5 വർഷത്തിന് ശേഷം ജാമ്യം അനുവദിച്ചത്. വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും സംസ്ഥാന സർക്കാർ ജാമ്യത്തിലിറങ്ങിയാൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്നും സുപ്രീംകോടതിയിൽ അറിയിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. തുടർന്ന് പൾസർ സുനിയെ ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാനാണ് കോടതി നിർദ്ദേശിച്ചത്. ജാമ്യ വ്യവസ്ഥ എന്താണെന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യ വ്യവസ്ഥ വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാമെന്നും സുപ്രീംകോടതി അറിയിച്ചു. എംപോക്സ് രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ളയാളുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. കോഴിക്കോട് വൈറോളജി ലാബിലാണ് പരിശോധന നടക്കുന്നത്. ദുബായിൽ നിന്ന് കഴിഞ്ഞയാഴ്ച എത്തിയ ഒതായി സ്വദേശി തിങ്കളാഴ്ചയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ജില്ലയിലെ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഫീവർ സർവേ ഇന്നും തുടരും. രോഗലക്ഷണങ്ങളുമായി 6 പേരാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ലബനനിലും സിറിയയിലും ഹെസ്ബുള്ളയെ നടുക്കിയ പേജർ ആക്രമണത്തിൽ 9 പേർ മരിച്ചു. 2800 പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ള പ്രവർത്തകർ മൊബൈൽ ഫോണുകൾക്ക് പകരം ഉപയോഗിക്കുന്ന പേജറുകളാണ് കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത്. പിന്നിൽ ഇസ്രായേൽ എന്ന് ഹെസ്ബുള്ള ആരോപിച്ചു. സിറിയയിലെ ഡമാസ്കസിലാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പായ ഹെസ്ബുള്ളയുമായി ഇസ്രായേൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് പുതിയ സംഭവം. ഹെസ്ബുള്ളയുടെ ഉന്നത നേതാക്കൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് ഇന്ന് കോടതിയെ സമീപിക്കും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കം പൂർത്തിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം. സംഭവം നടന്ന സ്ഥലത്തും പ്രതികൾ ഒളിവിൽ പോയ ഇടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നിലവിൽ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതിയായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിലിന് ഗോവ തുറമുഖത്തു നിന്നുള്ള ഡ്രഡ്ജർ ഇന്ന് കാർവാറിലെത്തിക്കും. കാറ്റിന്റെ വേഗത കൂടിയതിനെ തുടർന്ന് യാത്രാമധ്യേ കരക്കടുപ്പിച്ചതിനാലാണ് ഡ്രഡ്ജർ കാർവാറിലെത്താൻ വൈകുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാർവാറിൽ ഇന്ന് അവലോകന യോഗം ചേരും. ഇതിനുശേഷമായിരിക്കും ഡ്രഡ്ജർ ശിരൂരിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുക. ഡ്രഡ്ജിംഗ് കമ്പനി പ്രതിനിധിയും യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം ശിരൂർ ദൌത്യവുമായി ബന്ധപ്പെട്ട ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ശുപാർശ ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസ് വിജിലൻസിന് വിടണമെന്ന DGPയുടെ ശുപാർശയിലാണ് മന്ത്രിസഭയുടെ അഭിപ്രായം തേടുക. മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കണക്ക് വിവാദവും മന്ത്രിസഭ ചർച്ച ചെയ്തേക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മന്ത്രിസഭ പരിഗണിച്ചേക്കും. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിൽ 6 ദിവസമായിട്ടും തീരുമാനമെടുക്കാതെ മുഖ്യമന്ത്രി. ശുപാർശ ഇതുവരെ ആഭ്യന്തര വകുപ്പ് വിജിലൻസ് മേധാവിക്ക് കൈമാറിയിട്ടില്ല. മന്ത്രിസഭയിൽ കൂടി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുത്താൽ മതിയെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അതേസമയം ADGP അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചെന്ന എറണാകുളം സ്വദേശിയുടെ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. ഇന്ന് അവധി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന യോഗേഷ് ഗുപ്ത കാര്യങ്ങൾ വിലയിരുത്തും. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന തൃശൂരിലെ പുലിക്കളി ഇന്ന് 7 ടീമാണ് ഇക്കുറി പുലിക്കളിക്കുള്ളത്. ഓരോ ടീമിലും 31 മുതൽ 51 വരെ അംഗങ്ങളുണ്ടാകും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തൃശൂർ കോർപ്പറേഷനും പോലീസും അറിയിച്ചു. 500-ലധികം പോലീസുകാരെയാണ് പുലിക്കളി പ്രമാണിച്ച് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ്. സൂരജ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് തൃശൂരിൽ പുലികൾ ഇറങ്ങുകയാണ്. ഗതാഗത നിയന്ത്രണമുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. നിരവധി സർപ്രൈസുകളൊക്കെ അവിടെ ഒരുങ്ങുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഏത് രീതിയിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? ക്രിസ്റ്റിന, ഗുഡ് മോർണിംഗ്. എന്തായാലും പുലിമടകൾ അങ്ങനെ ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് വിയ്യൂർ യുവജന സംഘത്തിന്റെ പുലിമടയിലാണ്. ഇവിടെയും ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. രാവിലെ തന്നെ തുടങ്ങിയ ഒരുക്കങ്ങളാണ്. പ്രത്യേകിച്ച് എല്ലാവരും ഈ അവസാന നിമിഷം വരെ ഈ സസ്പെൻസ് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ ഈ ഷഹദ് എത്തി ഒരു പുലിമടയിലെത്തി, സീതാറാം മില്ലിന്റെ പുലിമടയിലെത്തി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ സർപ്രൈസുകൾ എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ പല പുലിമടകളിലും ഈ അവസാന നിമിഷവും ഈ സർപ്രൈസുകൾ സൂക്ഷിക്കുന്നുണ്ട്. അത്
ഈ പലതരത്തിലുള്ള പുലികളാണ് ഇറങ്ങുക. അത് വരയൻ പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ചമയം അല്ലെങ്കിൽ ചായം പൂശി ഇറങ്ങുന്ന പുലികളുണ്ട്. പക്ഷേ ഈ ചായത്തിലടക്കം ഈ വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ ഈ ചമയത്തിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ഞാനിപ്പോൾ ഉള്ള ഈ വിയ്യൂർ യുവജന സംഘത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പുലിപ്പാദങ്ങൾ നിർമ്മിച്ച സംഘമാണ് ഇവർ, ദേശമാണ് ഇവർ. ഈ പുലിയുടെ പാദമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുലി കൈ മടക്കുന്ന സമയത്ത് ഈ കയ്യിൽ കൂടി ഈ നഖങ്ങൾ പുറത്തേക്ക് വരുന്ന തരത്തിൽ ഈ കയ്യുറ പോലുമുണ്ട് ഈ യുവജന സംഘത്തിന്. അങ്ങനെ ഇക്കുറി വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ദേശത്ത് തന്നെയാണ് ഞാനുള്ളത്. ഇപ്പോൾ എന്നോടൊപ്പം ഒരു പുലി ചേരുകയാണ്. രഘുപ്പുലിയാണിത്. ഈ വയറാണ് നമ്മുടെ പുലികളിൽ പ്രധാനം, അല്ലേ? അതെ, ആദ്യകാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു. ഞാനിപ്പോൾ 28 വർഷമായി തൃശ്ശൂർ ജില്ലയിൽ തന്നെ കല്ലൂരാണ് സ്വദേശം. 28 വർഷമായി. ആദ്യകാലങ്ങളിൽ വയറല്ലായിരുന്നു. ഓരോ അഭ്യാസങ്ങളും ഒലക്കേമ എന്നുള്ള കളിയും അതൊക്കെ ആയിരുന്നു. അത് വയറുള്ളവർക്ക് സാധിക്കില്ല. ഇപ്പോൾ മുഖം വരയ്ക്കാനായിട്ട് വയറാണ് കൂടുതൽ ഇതായിട്ടുള്ളത്. കാരണം എല്ലാവരും വയറന്മാരെ കുറ്റം പറയുമ്പോൾ ഇതിന് വയറാണ് നമുക്ക് വയറ് എടുക്കുന്നതാണ്. നമ്മൾ കാണുമ്പോൾ നിസ്സാരാന്ന് തോന്നുന്നു. പുറത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഈ പുലിയുടെ സ്റ്റെപ്പൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഇടാം എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല, ഈ വയറൊക്കെ കുലുക്കണമെങ്കിൽ കുറച്ച് പ്രയാസം. ഇതിലൊക്കെ പ്രയാസം ഇത് കഴിഞ്ഞിട്ട് ഈ ചായം ഇളക്കി കളയലാണ്. 2 മണിക്കൂറോളം ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഇട്ട് ഉരയ്ക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഉരച്ചിട്ടാണ് നമുക്ക് ഇത് കളയാൻ പറ്റണം. ഇതിപ്പോൾ വേഷം ചെയ്യണമെങ്കിൽ തന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ ആദ്യത്തെ ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഫിനിഷിംഗ് വർക്കിന് 2-3 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്രയും നേരം നമുക്ക് കയ്യോ കാലോ ഒന്നും നനക്കാൻ പറ്റില്ല. കൈ ഇങ്ങനെ പിടിക്കണം, കാലിങ്ങനെ അകത്ത് വയ്ക്കണം, കാല് കൂട്ടി വയ്ക്കാനോ കൈ മടക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. സ്റ്റെപ്പ് ഇത് തന്നെയാണ് ഈ പുലിയുടെ ചുവടിലടക്കം, അതായത് ഈ പുലിത്താളത്തിനൊപ്പം ഈ പുലി ചുവട് വെക്കുക എന്നുള്ളതാണ്. ഈ ചുവട് ഉൾപ്പെടെ നിരീക്ഷിച്ചാണ് ഓരോ മികച്ച പുലിയെയും കണ്ടെത്തുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടേണ്ടതുണ്ടെന്ന് തോന്നുന്നു. രഘുപ്പുലിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ഈ ചമയപ്പുരയിൽ ഓടി നടക്കുന്ന ഒരാളുണ്ട്. ഇത് തോമസ് ഏട്ടൻ വർഷങ്ങളായിട്ട് ജോൺസ് ഏട്ടൻ ഇപ്പൊ ഈ വർഷങ്ങളായിട്ട് ഈ ഇവിടത്തെ ചമയം ഉണ്ടാക്കുന്ന ആളാണ്. എത്ര വർഷമായി ചേട്ടാ ചമയം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 89 ഇത്ര വർഷമായി. അന്ന് എങ്ങനെ ഇത് ആദ്യമായിട്ട് ഇത് ചെയ്തു തുടങ്ങുന്നത്? ഇതിങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഇതിൽ അന്ന് വേഷങ്ങൾ ഇത് തയ്ച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഫസ്റ്റ് ഒരു കൊല്ലം ഞങ്ങൾക്ക് പ്രൈസ് കിട്ടുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെയാണ് തകൃതിയായിട്ട് എല്ലാ പുലിമടകളിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ക്രിസ്റ്റീന, എന്തായാലും നമുക്ക് വരും ബുള്ളറ്റിനുകളും ഇതിന്റെ വിശേഷങ്ങളുമായി വരാം. ശരി സൂരജ്, തകൃതിയായി എന്തായാലും ഒരുക്കങ്ങൾ പുരോഗമിക്കട്ടെ. ഷഹദ് റഹ്മാൻ കൂടി ചേരുകയാണ്. ഷഹദെ, അല്പം മുമ്പ് ഷഹദ് ചോദിച്ചപ്പോൾ ഒരുപാട് സർപ്രൈസുകളുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ പറയില്ല എന്ന് പറയുന്നു. ഒരു 8 മണിയോടുകൂടെയൊക്കെയാണ് സാധാരണ ഈ ചായം പൂശലൊക്കെ തുടങ്ങുന്നത്. പക്ഷെ ചമയങ്ങളൊക്കെ അവിടെ പലയിടത്തും തുടങ്ങി എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, നല്ലൊരു പ്രഭാതം അതാണ് തൃശ്ശൂർ ഇത്തവണ നമുക്ക് സമ്മാനിക്കുന്നത്. നല്ല അടിപൊളി ഒരു പാടത്തിന് സമീപത്തുള്ള, ഞാനിപ്പോൾ നിൽക്കുന്നത് സീതാറാം ദേശത്താണ്. അപ്പോൾ നല്ലൊരു പാടത്തിന് സമീപത്താണ് ഇവരുടെ ഈ ഒരു ദേശം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ കാഴ്ചകളാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് സസ്പെൻസുകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഓരോ വർഷം കൂടുന്തോറും ഇതിൻ്റെ ആ ഒരു ചാരുത വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ വ്യത്യസ്തതകൾ വർദ്ധിക്കുകയാണ്. വെറൈറ്റികൾ കൊണ്ടുവരാൻ കൂടുതൽ ആളുകൾ ശ്രമിക്കുകയാണ്. അപ്പം ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ്. നമുക്ക് ഒരുപക്ഷെ ഈ ദേശത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ഈ സീതാറാം ദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 40 വർഷക്കാലം തുടർച്ചയായിട്ട് ഇവർ ഇത്തരത്തിൽ ഈ മേഖലയിൽ ഉണ്ട്. അതിനുശേഷം ചെറിയൊരു ഇടവേള ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ചെറിയ സാങ്കേതിക കാരണങ്ങളുടെ ഭാഗമായിട്ട്. പിന്നീട് വീണ്ടും പൂർവാധികം വീറും വാശിയോടും കൂടി ഇവരിത് ആരംഭിച്ചു. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പം ഇങ്ങനെ ചായം പൂശലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിരാവിലെ തന്നെ ഇതിൻ്റെ പ്രവർത്തികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായം പൂശലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയാം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ പുലിക്കളി നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് ഇത്തരം ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളും ഭയങ്കര പുതിയ പുതിയ കാഴ്ചകളാണ്. അപ്പം അതുപോലെ തന്നെ എന്നെ പോലെ തന്നെ ആദ്യമായിട്ട് ഇത് കാണുന്ന കുറേ പേരുണ്ടാവും. ചേട്ടാ, എത്ര മണിക്ക് ആരംഭിച്ച പരിപാടിയാ? ഞങ്ങൾ ആരംഭിച്ചത് ഇന്നലെ തൊട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം പെയിന്റ് ഇറക്കലായിരുന്നു. ഇന്നിപ്പോൾ പുലർച്ചെ തൊട്ട് ഞങ്ങൾ വരയ്ക്കൽ ആരംഭിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കഴിയും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ വരണം, പുലികളുടെ അഭിപ്രായങ്ങൾ തേടണം, അതുപോലെ തന്നെ പുലികളുടെ വ്യത്യസ്തത എന്താണെന്നൊക്കെ അറിയണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ബുള്ളറ്റിനുകളിലൊക്കെ നമ്മൾ കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ക്രിസ്റ്റീന. ശരി, ഷഹദ് റഹ്മാനാണ്
സീതാറാമിൽ ദേശത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നിഖിൽ പ്രമേഷ് കൂടിയുണ്ട്. നിഖിലെ, ഇപ്പോൾ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. തൃശ്ശൂരിലെ കാഴ്ചകളൊക്കെ കാണുകയാണ്. ഈ വൈകുന്നേരം 5 മണിക്കാണ് ഫ്ലാഗ് ഓഫ് എന്ന് പറഞ്ഞാലും ഉച്ച മുതൽ തന്നെ, ചിലപ്പോൾ രാവിലെ തന്നെ ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഫ്ലാഗ് ഓഫിനൊക്കെ മുൻപേ തന്നെ നഗരം അങ്ങ് ആവേശത്തിലേക്ക് പോകുന്ന ഒരു പ്രതീതിയല്ലേ ഈ രാവിലെ തന്നെ കാണുന്നത്? പിന്നെ തീർച്ചയായിട്ടും ഞാനിവിടെ എത്തിയിട്ട് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു നമുക്ക് ആരാണെന്ന് സംസാരിക്കാൻ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റാതെ. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരോട് വേണമെങ്കിലും പുലിക്കളിയെ പറ്റി ചോദിക്കാം. കാരണം അവരുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഈ പുലിക്കളി, പൂരം, വെടിക്കെട്ട്. ഇതൊക്കെ അവരുടെ ഹൃദയങ്ങളിലും മനസ്സിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ആളുടെ ആവശ്യമില്ല എന്നാണ് അവരൊക്കെ പറയുന്നത്. എന്തായാലും സ്വരാജ് നഗരിയെ വിറപ്പിക്കാൻ ഓരോ പുലിമടകളിൽ നിന്നും പുലികൾ ഇറങ്ങാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് കൃഷ്ണനെ ബാക്കിയുള്ളത്. ഈ പുലിക്കളിക്ക് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ശരീരത്തിലെ രോമങ്ങളൊക്കെ വടിച്ചു കളയുക, അതിനുശേഷം മാത്രം അവർക്ക് ഭംഗിയായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാവും. അതാണ് ആദ്യത്തെ നടപടി. അപ്പോൾ അത് ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ വര ആരംഭിക്കും. ഇവിടെ ചമയുണ്ട് കൃഷ്ണന്, നമുക്കത് ആദ്യം ആ ചമയം കാണാം. വളരെ മനോഹരമായ ഓരോ ദേശങ്ങളും ഒരുക്കിയിട്ടുണ്ടാവും. ചില ദേശങ്ങളോട് ഇതിനോടൊപ്പം തന്നെ പൂർത്തിയായിട്ടുണ്ടാകും, വിവിധ രൂപങ്ങളും ഒക്കെ. എന്താണ് ഈ ചമയത്തിന്റെ ഒരു കൺസെപ്റ്റ്? എന്താ ചമയം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നമ്മൾ അറിയിക്കുക. നമ്മുടെ ഒരു പുലിക്കളി എത്ര രീതിയിലാണ്, എത്ര പുലികളുണ്ട്, ആ മുഖങ്ങൾ എണ്ണി അറിയാം നമ്മൾ എത്ര പുലികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത്. അത് ജനങ്ങളെ അറിയിക്കുക, ഞങ്ങൾ ഇത്രയും പുലികളെ ഇറക്കുന്നുണ്ടെന്ന്. ആ പുലിയുടെ എണ്ണതനുസരിച്ചുള്ള മുഖങ്ങളാണ് ഞങ്ങളിവിടെ വെക്കുക. അപ്പൊ ഇതിന്നാണോ ഈ മുഖങ്ങൾ എടുക്കുക നമ്മൾ പോണ സമയത്ത്? ഇതെന്നാണ് നമ്മൾ എടുക്കുക. എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ ഒരുക്കിണ്ടെന്നാണല്ലോ പറയണത്. എന്താ സംഭവം? അതൊരു നിങ്ങൾ അവിടെ കാണണം. കുട്ടികളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. കുട്ടിപ്പുലികളുണ്ട് എവിടെ? നീയാണോ കുട്ടിപ്പുലി? അവനല്ലാന്ന്. 4 വയസ്സായ ആളുണ്ട്. അടിപൊളി. ഓക്കെ, അങ്ങനെ കുട്ടിപ്പുലികളുണ്ട്. മറ്റു പുലികളൊക്കെ അതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ അവരുടെ ചായം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന പരിപാടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ കുട്ടിപ്പുലികളാണ്, 2 കുട്ടിപ്പുലികൾ. ഇനി ഇവർക്കും ചെറിയ, അതായത് 4 വയസ്സുള്ള കുട്ടികൾ വരെ ഉണ്ടെന്നാ പറയുന്നത്. എന്താ പേര് മോനെ? നീ ആദ്യമായിട്ടാണോ പുലിയാവുന്നത്? കളിക്കാനൊക്കെ അറിയോ? എങ്ങനെയാ കളിക്കുക? ഓ, ഇത് കഴിഞ്ഞ ശേഷം പഠിപ്പിച്ചു തരുള്ളൂ. ചായങ്ങൾ മിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കൃഷ്ണനെ നമുക്ക് അതുകൂടെ വേണമെങ്കിൽ ഒന്ന് കാണാം. ഒരു ഭാഗത്ത് ഈ അവരുടെ രോമമൊക്കെ കളയുന്ന നടപടികൾ പുരോഗമിക്കുമ്പോൾ ഇവിടെ ചായ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ നടപടികളാണ് പുരോഗമിക്കുക. നിങ്ങളൊക്കെ തന്നെയാണോ ഏട്ടാ വരയ്ക്കുന്നത്? വരയ്ക്കുന്ന ആൾക്കാരൊക്കെ. ഒരു പുലിനെ വരച്ചെടുക്കാൻ എത്ര സമയം? അങ്ങനെ പറയാൻ 1 മണിക്കൂറിന്റെ അടുത്തൊക്കെ വരും മാക്സിമം. ഇപ്പൊ തന്നെ തുടങ്ങുമല്ലേ? തുടങ്ങും. ഇവരുടെ ഇതെന്താ സംഭവം? മുടിയാണോ? പുലിയുടെ മുടി. അങ്ങനെ എല്ലാം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വരയ്ക്കാനുള്ള നടപടികളിലേക്ക് അല്പസമയത്തിനകം തന്നെ അവർ കടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറക്കമാണ്. ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം കുറെ വർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിലൊരു ഇടവേളയ്ക്ക് ശേഷം വരികയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിറപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? ഞങ്ങൾ തൃശ്ശൂര് നഗരം ഇന്ന് വിറപ്പിക്കും എന്നുള്ള രീതിയിൽ. കാരണം ഇതൊരു പുലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഞങ്ങൾക്ക് പുലി വേഷം ഇട്ട് കഴിഞ്ഞാൽ തൃശ്ശൂരുകാർക്ക് അത് മാനസികമായും ശാരീരികമായും ഒരു കലി കയറുന്ന പോലെയാണ്. ആ ഒരു രീതിയിൽ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് വരും. ആ വിറപ്പിക്കല് ആ തൃശ്ശൂർ നഗരത്തിൽ അത് ഇറങ്ങിയാൽ തന്നെയാണ് തൃശ്ശൂരുകാരുടെ ആ കലി ഇറങ്ങുള്ളൂ. അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുക. എന്തായാലും അവരിങ്ങനെ ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ് കൃഷ്ണ. ഇനിയിപ്പോ ഓരോരുത്തരായി ഓരോ പുലികളായി ഇങ്ങനെ വരച്ചു തുടങ്ങും. വൈകുന്നേരമാകുമ്പോഴേക്കും ഇവിടുന്ന് പുലിമടയിൽ നിന്ന് ഗർജനത്തോടു കൂടി പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും. കൃഷ്ണ, ശരി. ഒരിടവേളയ്ക്ക് ശേഷം തൃശ്ശൂരിൽ നിന്ന് പുലികൾ ഇറങ്ങുമ്പോൾ ആവേശത്തിമിർപ്പിലാണ് തൃശ്ശൂർ നിവാസികളും അവിടെ എത്തിച്ചേരുന്നവരുമെല്ലാം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാനും സൂരജ് സജിയും നിഖിൽ പ്രമേഷും തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരുകാർക്ക് ഇന്ന് പുലിക്കളി ആവേശമാണെങ്കിൽ ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ആവേശത്തിലാണ് പത്തനംതിട്ടക്കാർ. ഉച്ചയോടെ ആരംഭിക്കുന്ന ജലഘോഷയാത്രയോടെയാണ് വള്ളംകളിക്ക് തുടക്കമാകുക. എ, ബി വിഭാഗങ്ങളിലായി 50 പള്ളിയോടങ്ങൾ ഇത്തവണ മത്സര വള്ളംകളിക്ക് മാറ്റുരയ്ക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചെയ്യുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. അണിയം മുതൽ അമരം വരെ ഇരിക്കുന്നവരുടെ തരംതിരിക്കൽ ഇതെല്ലാം പൂർത്തിയായി. അതേപോലെ എപ്പോഴായിരിക്കും ജലമേള ആരംഭിക്കുക? കൂടുതൽ വിവരങ്ങൾ.
കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പമ്പയാറ്റിന് സമീപം ആറന്മുളയിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ഈ സൂര്യൻ ഉദിച്ച് ഉയരുന്ന ആ സൂര്യരശ്മികൾ പമ്പയാറ്റിൽ തട്ടി അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കാണാൻ കഴിയുന്നത്. ചില പള്ളിയോടങ്ങൾ ഇടശ്ശേരിമല കിഴക്ക് അടക്കമുള്ള ചില പള്ളിയോടങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ആ ഘോഷയാത്ര ആരംഭിക്കും. അതിനു മുൻപ് മറ്റൊരു ചടങ്ങുണ്ട്. ജില്ലാ കളക്ടർ ഈ ഒരു പതാക ഇവിടെ ഉയർത്തുന്നൊരു ചടങ്ങുണ്ട്. എന്തായാലും 8ഓളം മന്ത്രിമാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം 8ഓളം മന്ത്രിമാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഘോഷയാത്രയ്ക്ക് അല്ലെങ്കിൽ ഈ വള്ളംകളിക്ക് മാറ്റുകൂട്ടാനായി മന്ത്രിമാരും എത്തുന്നുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനടക്കം 2 കേന്ദ്രമന്ത്രിമാരും ഈ ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രിയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു മുഖ്യാതിഥിയായി പുറമെ നിന്ന് പങ്കെടുക്കുന്ന ഒരു കേന്ദ്രമന്ത്രി. എന്തായാലും വലിയ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. സാധാരണയിൽ നിന്ന് വിഭിന്നമായി കൃത്യമായ രീതിയിലുള്ള ഒരു പരിശീലനം എല്ലാ മേഖലയിലും കരക്കാർ ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാ മേഖലയും ഇടശ്ശേരിമലയായിക്കോട്ടെ, മല്ലപ്പുഴശ്ശേരി ആയിക്കോട്ടെ, എല്ലാവരും ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പമ്പയാറ്റിലൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. രാവിലെ പുലർച്ചെ തുടങ്ങുന്ന പരിശീലനം ഉച്ചയോടുകൂടി അവസാനിപ്പിച്ച് അതിനുശേഷം വീണ്ടും ഉച്ചയ്ക്ക് ശേഷം പരിശീലനം എന്ന തരത്തിലേക്കൊക്കെ വിവിധ പള്ളിയോടക്കരക്കാർ മാറുന്നൊരു സാഹചര്യം അത് ഇതിനു മുൻപ് കാണാത്തൊരു സാഹചര്യമായിരുന്നു. എന്തായാലും 49ഓളം വരുന്ന പള്ളിയോടങ്ങളാണ് ഈ ജലോത്സവത്തിൽ അല്ലെങ്കിൽ ഈ വള്ളം കളിയിൽ പങ്കെടുക്കുന്നത്. ഇത് കൂടാതെ ജലഘോഷയാത്രയിൽ 52 പള്ളിയോടങ്ങൾ, 52 കരകളാണ് ആറന്മുളയപ്പനുള്ളത്. ഈ 52 കരകളും ജലഘോഷയാത്രയിൽ മുത്തുക്കുടകളും വഞ്ചിപ്പാട്ടുമായി എത്തിച്ചേരും. ഇപ്പോൾ തന്നെ വലിയ ഉച്ചത്തിൽ വഞ്ചിപ്പാട്ട് ഇവിടെ ഉയർത്തിക്കഴിഞ്ഞു. ഇടശ്ശേരിമലയുടെ അവരുടെ ഒരു മേഖല തന്നെയാണത്. ഇടശ്ശേരിമല നിന്നാണ് തുടങ്ങുന്നത്. അവിടെയാണ് ഈ സത്രക്കടവ് നിൽക്കുന്നത്. അവരുടെ പള്ളിയോടമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം തൊട്ടടുത്ത് ഇടശ്ശേരിമല കിഴക്ക് പള്ളിയോടവും ഇവിടെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതിലേക്കൊക്കെ ആളുകൾ എത്തിച്ചേരും. അതിനൊരു 1 മണിയോടുകൂടി അത് പൂർത്തിയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് 1:30 മണിക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ജലഘോഷയാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ പിന്നെ വള്ളംകളിയാണ്. അത് ആവേശത്തോടു കൂടിയുള്ള വള്ളംകളിയാണ്. അത് തീരാൻ ഒരു പക്ഷേ രാത്രി എടുക്കും. എന്തായാലും ഈ A-B ബാച്ചുകളിലായി 49, നേരത്തെ 50 എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ ചെറിയൊരു പിശകുണ്ട്, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് 49 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. എന്നാലും കരക്കാർ ആവേശത്തിലാണ്. ആറന്മുളയപ്പൻ്റെ തിരുവോണാഘോഷങ്ങൾക്ക് ഏതാണ്ട് സമാപനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ഉത്രട്ടാതി ജലമേള വള്ളംകളി ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ആറന്മുളയിൽ പൂർത്തിയായി കഴിഞ്ഞു. ക്രിസ്റ്റീന. ശരി, 49 പള്ളിയോടങ്ങൾ മാറ്റുരയ്ക്കുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകുമാരൻ. കണ്ണൂരിൽ തിളച്ച വെള്ളം ദേഹത്ത് വീണ് പൊള്ളലേറ്റ് 4 വയസ്സുകാരി മരിച്ചു. പാനൂർ തൂവക്കുന്നിലെ അബ്ദുള്ള സുമിയത്ത് ദമ്പതികളുടെ മകൾ സൈഫ ആയിഷയാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കൊളവല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 13-ാം തീയതിയാണ് അബദ്ധത്തിൽ കാലിൽ തിളച്ച വെള്ളം മറിഞ്ഞു വീണത്. LKG വിദ്യാർത്ഥിനിയാണ് മരിച്ച സൈഫ ആയിഷ. ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലക്കേസിൽ കൂടുതൽ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി 3 പ്രതികളെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. സുഭദ്രയെ കഴുത്തുമുറുക്കി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഷോളും മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും കണ്ടെത്താനുണ്ട്. ഇതിനാണ് റിമാൻഡിലുള്ള ശർമിള, ഭർത്താവ് മാത്യൂസ്, ഇയാളുടെ ബന്ധു റെയ്നോൾഡ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഒരാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാകും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുക. കൊച്ചി കടവന്ത്ര സ്വദേശി സുഭദ്രയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിലും ആഭരണങ്ങൾ വിറ്റ ജ്വല്ലറികളിലും ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലും പ്രതികളെ എത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസ് തീരുമാനം. 2 പ്രതികൾ ആലപ്പുഴ ജയിലിലും ശർമിള കൊട്ടാരക്കര ജയിലിലുമായതിനാൽ കസ്റ്റഡിയിൽ ലഭിച്ചാലും അടുത്ത ദിവസമേ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ VK പ്രകാശിനെ ഇന്നും ചോദ്യം ചെയ്യും. കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് ചോദ്യം ചെയ്യുക. തിരക്കഥ കേൾക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം കൊല്ലത്തെ ഹോട്ടലിൽ വെച്ച് VK പ്രകാശ് കടന്നുപിടിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ പള്ളിത്തോട്ടം പോലീസ് കേസെടുത്തതോടെ ഹൈക്കോടതിയിൽ നിന്ന് VK പ്രകാശ് മുൻകൂർ ജാമ്യം നേടി. 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു.
കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ തൽസ്ഥിതി റിപ്പോർട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് സുപ്രീം കോടതി നിരീക്ഷണം. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തുടരന്വേഷണത്തെ അപകടത്തിലാക്കുമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വ്യക്തമാക്കി. ഇരയുടെ പേരടക്കമുള്ള വിശദാംശങ്ങൾ നീക്കം ചെയ്യാൻ വിക്കിപീഡിയയ്ക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ഡോക്ടേഴ്സിന് നൽകിയ ഉറപ്പനുസരിച്ച് പോലീസ് കമ്മീഷണർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്നിവരെ നീക്കി. അറസ്റ്റിലായ സന്ദീപ് ഘോഷിനെ 3 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. അതേസമയം സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ഇതുവരെ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്.